അപ്പൊ എല്ലാരും വന്ന് ചോദിക്കും, എന്താണ് നിതീഷ് ഇങ്ങനെ ഇരുന്ന് വെറുതെ പാടിയിട്ട് കാര്യം ഉണ്ടായ ഒരിക്കലും കൂടെ രക്ഷപ്പെടാൻ നോക്കുന്ന പറയും. അപ്പൊ നമ്മുടെ നാട്ടിൽ പോയി ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ തെരുവിൽ നിന്ന് പാടണേന്നാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ. എന്തായാലും സ്ട്രീറ്റിൽ ഇറങ്ങി നോക്കാം. പിന്നെ വോയിസ് ആണെങ്കിലും എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, കാരണം വെള്ളി വീഴോ, കാരണം നമുക്ക് സ്ട്രീറ്റിലാണല്ലോ. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ വെള്ളി വീഴാണ്ട് നോക്കണല്ലോ, കാരണം നാളെ കെട്ടത് പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ അവിടെ തൊട്ട് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ എവിടെ എത്തിയെന്ന് എനിക്കൊരു ഓർമ്മ. ഞാൻ ഇവിടെ വന്നപ്പോ സത്യമായിട്ട് പറയില്ല, എന്റെ ഒരു ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. करांगे नाल नाल बैके अख नाले अखनो मिला. അടുത്തിരുന്ന് കേൾക്കുമ്പോ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ഒരു രോമാഞ്ചിഫിക്കേഷൻ മ്യൂസിക്കിലോട് തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മുടെ അടുത്താണെങ്കിലും സന്തോഷം വന്ന് ഹഗ് ചെയ്യുന്നവരുണ്ട്, കരയണവരുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ മൊമെന്റ്സുകൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാരും പറഞ്ഞു, നീ ബസ് ചെയ്തിട്ട് നീ ഇത് പൈസ എടുത്തിട്ട് ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സത്യമായിട്ടും പറയല്ലോ, ഞാൻ അതിന് പൈസ പോലും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഈ ഒരു ലൈഫിൽ ഞാൻ അത്രത്തോളം ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു ലൈഫ് വേറൊരാൾക്ക് ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. അങ്ങനെ പക്ഷേ അത് പൊങ്ങണേലും തലോസം വരെ എൻ്റെ ഒറ്റ വീഡിയോയില് ബാഡ് കമന്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, ഒറ്റ വീഡിയോയിലും. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ബലത്തിൽ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണേ. കാരണം അങ്ങനെ പറയണത് കേട്ടപ്പോഴാണ് ഞാൻ ഒരു തിരിച്ചറിവ് വന്നിട്ട്. പക്ഷെ ഞാൻ ചില ടൈമിലൊക്കെ ഞാൻ വിചാരിക്കായിരുന്നു, ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് ഭയങ്കരമായിട്ട് तू जो मेरे नाल तुरे तुर पे मेरी आसा जीना मेरा उन्हें तेरा चाली चंग वरचालुം വിരിയും വിരലാ നക്ഷത്രങ്ങൾ മണം കൊള്ളും മാണിക്യക്കാട്ടിൽ പാടാം നിനക്കായി. ഒരു കാതിൽ കാറ്റായില്ലേ കാതിൽ ചൊല്ലാമോ, ഒരു കണ്ണീർ മുത്തായി എന്നെ താരാട്ടാമോ, ഒരു കിന്നര ഗാനം മൂളി ഒളിക്കും കൊയിലിനു വേണ്ടി പാടാം. അമ്പിളിമാനത്തങ്കി നിലാവേ പോലെ ഒരു കുമ്പിൽ നിറയെ കൂവളമുട്ടുക കൊത്തുമിനഞ്ഞത് നീട്ടാം. കവിതവരം തിരി നേരം ശരിക്കും പറഞ്ഞ ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങുന്നതിന് ഒരു ഇൻട്രോയുടെ ആവശ്യമില്ല. ഈ ഒരു പാട്ട് കേട്ടാൽ തന്നെ ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ഗസ്റ്റ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വൺ ആൻഡ് ഓൺലി നമ്മുടെ സ്വന്തം നിതീഷ് ആണ്. നിതീഷ്, വെൽക്കം ടു ഇൻഫ്രം മീഡിയ. നിതീഷിനെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കണം, അല്ലെങ്കിൽ പറയാൻ വെച്ചിരുന്ന ഒരു കാര്യമാണ് വോയിസ്. എനിക്ക് ചില സോങ്സ് കേൾക്കുമ്പോൾ ശ്രീറാമിന്റെ വോയിസ് ആയിട്ട് ഒരു സാമ്യം തോന്നാറുണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചിലവരൊക്കെ പറയും. കാരണം ഞാൻ ഒരു വട്ടം ഇവിടെ വാട്ടർ മെട്രോയിൽ ഒരു സോങ് പാടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തോന്നിയിരുന്നു. എനിക്ക് തോന്നിയത് ഞാൻ പറയാം, മിന്നൽവള സോങ് പാടിയില്ലേ, ആ ഒരു പാട്ട് കേട്ടപ്പോ ശരിക്കും എനിക്ക് ശ്രീറാം പാടുന്നു അതേ തോന്നി. ഞാൻ കളിയാക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോ നിതീഷെ, ഈ ഗിറ്റാറും നിതീഷിനെയൊക്കെ കാണുമ്പോ എനിക്ക് ആ ഒരു ജേണിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്? ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ തൊട്ട് പാടായിരുന്നു ചെറുപ്പം തൊട്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ മൂവി സോങ്ങുകളൊന്നും അങ്ങനെ പാടില്ലായിരുന്നു. നാടൻ പാട്ട് അങ്ങനെ സോങ്ങുകളൊക്കെ ആയിരുന്നു ഞാൻ പാടുന്നുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയാ, പിന്നെ കുറച്ചൊക്കെ ആയിപ്പോ പുറത്തു പോയി പാടണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഒരു കഫേ ഉണ്ട്, കച്ചേരി വളപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കഫേ. അവിടെ പോകും നമ്മൾ 4 മണി ആയി കഴിഞ്ഞാൽ അവിടെ പോവാ, ഇരുന്ന് പാട്ട് പാടാ, കുറെ ഇരുന്ന് ഇങ്ങനെ പാടും. അപ്പൊ എല്ലാരും വന്ന് ഇങ്ങനെ ചോദിക്കും, എന്താണ് നിതീഷ് ഇങ്ങനെ ഇരുന്ന് വെറുതെ പാടിയിട്ട് കാര്യം ഉണ്ടായ ഒരിക്കലും കൂടെ രക്ഷപ്പെടാൻ നോക്കുന്ന പറയും. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ രണ്ടു വർഷം തന്നെ അങ്ങനെ പാടി എന്റെ ടൈം കുറെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഓക്കെ കൊച്ചിക്ക് ഷിഫ്റ്റ് ആക്കാം, ഇടുക്കിയിലും മാറാന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ആവില്ല എന്നുള്ളൊരു ഇതായി.
പിന്നെ പതുക്കെ ഞാൻ കൊച്ചിക്ക് മാറി. കൊച്ചിക്ക് എത്തി. പതുക്കെ എന്താ പറയാ മ്യൂസിക്കിലോട്ട് ഇറങ്ങി. കാരണം എനിക്ക് സ്ട്രീറ്റ് ബസ്കിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കാണാറുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഓക്കെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൂടാ, എന്താ അങ്ങനത്തെ ഒരു തോട്ട് വന്നപ്പോ വിചാരിച്ചു ഓക്കെ കൊച്ചിയിലേക്ക് പോവാം. പക്ഷെ എനിക്ക് അറിയില്ല ഇവിടെ എങ്ങനെയാണ് ആൾക്കാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ പോയി ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ ഇതെന്ത് ഇങ്ങനെ തെരുവിൽ നിന്ന് പാടണേന്നാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ബസ്കിങ് എന്നുള്ളൊരു ആർട്ടിനെ എല്ലാരും എത്രത്തോളം നന്നായിട്ട് കാണുന്നുണ്ടെന്ന്. പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞാൻ ക്യൂൻസിൽ പോയിപ്പോ അത്യാവശ്യം സിംഗേഴ്സ് ഒക്കെ ഇരുന്ന് പാടുന്നു. പക്ഷെ ഒറ്റയ്ക്ക് പാടണ ഞാൻ ആരും കണ്ടിട്ടില്ല, ടീമായിട്ടായിരുന്നു പാടുണ്ടായിരുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും സ്ട്രീറ്റിൽ ഇറങ്ങി നോക്കാം. പിന്നെ വോയിസ് ആണെങ്കിലും എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, കാരണം വെള്ളി വീഴോ. കാരണം നമുക്ക് സ്ട്രീറ്റിലാണല്ലോ, സ്ട്രീറ്റിൽ പാടുമ്പോൾ നമ്മൾ മൈക്കിൽ പാടുന്ന ഒരിക്കലും അല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാ. അത് ബസ് ചെയ്യുന്നവർക്ക് അറിയാം എന്തായാലും. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ വെള്ളി വീഴാണ്ട് നോക്കണല്ലോ, കാരണം നാണം കെട്ടത് തീർന്നു, പിന്നൊരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഞാൻ ഫസ്റ്റ് പെർഫോം ചെയ്തു. ഫസ്റ്റ് ഞാൻ ചെയ്ത ക്യൂൻസലായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞുടാ നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആക്കിയാലോ. ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് റൂമിൽ നിൽക്കുമ്പോൾ റൂമിലിരുന്നായിരുന്നു പാട്ട് പാടുണ്ടായിരുന്നത്. അപ്പൊ പാട്ട് പാടി ഒരു 5-6 കിട്ടി കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞ് നിതീഷേ നീ കണ്ടിട്ടൊന്ന് മാറ്റി പിടിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ ഡൗൺ ആയി, എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവം വന്നപ്പോ അതൊക്കെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അവിടെ ഇറങ്ങി ആദ്യം തന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു ഞാൻ എന്തായാലും പാടാം, ക്രൗഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ എവിടെ എത്തിയെന്ന് എനിക്കൊരു ഓർമ്മ. ഇപ്പൊ നിതീഷിന്റെ മൈൻഡിൽ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടായിരിക്കും തോന്നുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ എത്തിയിട്ടുണ്ട്, പക്ഷെ ഞാൻ വിചാരിക്കണ ഞാൻ എത്തിയിട്ടില്ല എന്നായിരിക്കും. ഒരു 50-50%. കാരണം എത്തിയിട്ടുണ്ട്, എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുള്ളൂ. ഇപ്പോഴും ഞാൻ എന്റെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഇന്റർവ്യൂ വിളിക്കുകയാണെങ്കിലും ഞാൻ എന്റെ ഫേസ് എവിടെയെങ്കിലും കാണണം എന്നല്ല ഞാൻ വിചാരിക്കണേ, എന്റെ സോങ് എവിടെയെങ്കിലും എത്തണം എന്നാണ്. കാരണം ഇപ്പൊ നമ്മൾ റോട്ടിൽ പോകണമെങ്കിൽ നിതീഷ എന്നാണ് ഇപ്പൊ എല്ലാരും വിളിക്കുക. അല്ലാതെ ഇപ്പൊ വേറെ ഷോർട്ട് നെയിംസോ കാര്യങ്ങളൊന്നും വിളിക്കും. നിതീഷ എന്താ പരിപാടി എന്ന് അവരെന്നെ നമ്മളെ തന്നെ ചോദിക്കും. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ഒരാളുടെ ലൈഫിൽ അങ്ങനെ കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. ഞാൻ ഇപ്പോഴും വിചാരിക്കണത് എന്തോ ഒരു ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ട് അങ്ങനെ വന്നതാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, കാരണം എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും എടുത്തു പറയേണ്ട കാര്യമാണ്. ഫ്രണ്ട്സ് ഇപ്പോ എന്റെ ഒരു ബെസ്റ്റ് ബഡി ഉണ്ട് ഇവിടെ, നന്ദു എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ലേ വീഡിയോയിലൊക്കെ, അവനാണെങ്കിൽ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ. ഞാൻ ഇവിടെ വന്നപ്പോ സത്യമായിട്ട് പറയില്ല, എന്റെ ഒരു ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊച്ചിയിലെത്തിയതാണ് ഞാൻ. അപ്പൊ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഫ്രണ്ട്സാണ് കൂടുതൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതൊന്നും ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇപ്പോഴാണെങ്കിലും നമ്മൾ ഫ്രണ്ട്സിനെ എത്രത്തോളം അപ്ഡേറ്റ് ആക്കി കൊണ്ടുവരാം അത്രത്തോളം അപ്ഡേറ്റ് ആക്കുന്നു. ഞാൻ പിന്നെ ഇത്തിരി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ട്, പക്ഷെ എന്താ പറയാ നമുക്ക് നല്ലൊരു ഓക്കെ ഞാൻ സേഫ് സോണിലാണ് നമ്മൾ പറയല്ലോ, അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ ചാനൽ എത്തിയിട്ടില്ല. പക്ഷെ അതിനുള്ളൊരു ഓട്ടാണ്, തളരില്ല ഒരിക്കലും. അതിപ്പോഴും നമ്മള് അതാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഇപ്പൊ നിതീഷിനെ ഒരു ക്രൗഡിന്റെ ഉള്ളിൽ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ അത് വലിയ ഭാഗ്യം സത്യമായിട്ടും, സീരിയസ്ലി. കാരണം ഇപ്പൊ ക്യൂൻസിൽ പോവാണെങ്കിലും ഇഷ്ടം പോലെ സ്ട്രീറ്റ് ബസ്കേഴ്സ് ഉണ്ട് അവിടെ. പക്ഷെ അവർക്ക് കിട്ടാത്ത ഭാഗ്യം നമുക്ക് കിട്ടുമ്പോ, പക്ഷെ നമ്മള് മാക്സിമം അവിടെ പുഷ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഇപ്പൊ മെട്രോയിൽ പാടിയിട്ട് ഒരു ഇഷ്യൂ വന്നല്ലോ. അപ്പൊ എന്റെ സിംഗേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, ബസ് ചെയ്യണ എന്റെ കൂട്ടുകാരന്മാരാണല്ലേ, ഞങ്ങളെല്ലാരും ഇവിടെ വെച്ച് കണ്ടുവരാ. അങ്ങനെ അവരും ഞാൻ കൊണ്ടുവന്നാലോ എന്നാണ് നമ്മൾ മൈൻഡിൽ വിചാരിക്കുന്നത്. അല്ലാതെ നമ്മൾ വലുതായി നിൽക്കണം എന്നല്ല. കാരണം അവര് ആർട്ടിസ്റ്റുമാരാണല്ലോ, അവരെ ഫേസ് എല്ലാവരും കാണട്ടെ, അവരെ വോയിസും കേൾക്കട്ടെ, അവരെത്താണെങ്കിൽ എത്തട്ടെ. അപ്പൊ അവരിൽ നിന്ന് ഒരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു വലിയ സന്തോഷം ഇല്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ അവന്മാര് നമ്മുടെ കൂട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ എല്ലാരും ഒരു ഇത് നല്ലൊരു ഇതിലാണ് നിക്കണേ. പരിപാടിക്ക് അവര് സ്വന്തമായിട്ട് പരിപാടികൾ എടുക്കുന്നുണ്ട്. പല ആൾക്കാരും പല പരിപാടിക്കും പോകുന്നുണ്ട്. ഒരു ഓക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് എല്ലാവരും. അതെ, ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന ടൈമിൽ നിതീഷ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമേ തന്നെ പാട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് യൂട്യൂബ് നോക്കി പഠിച്ച് ഈ ഒരു ഗിറ്റാർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ തന്നെ എന്തുകൊണ്ട് ഗിറ്റാറും ഇതുക എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് വന്നത്. അപ്പൊ ആ ഒരു സ്റ്റോറി ഒന്ന് പറയാമോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലിങ്ങനെ ടൈമില് പ്രോഗ്രാംസ് എടുക്കാറുണ്ട്. പക്ഷെ നമ്മളൊന്നും അങ്ങനെ അറിയില്ലല്ലോ. എങ്ങാനും തട്ടിമുട്ടിയൊക്കെ മാസത്തില് എപ്പോഴെങ്കിലും വന്നു എന്നാണ് ആയിരുന്നത്. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാംസ് എടുക്കുമ്പോൾ എന്റെ ഗിറ്റാറിസ്റ്റ് വേറെ ഉണ്ടായിരുന്നു, ഹരി എന്ന് തന്നെ പറഞ്ഞിട്ട് നാട്ടിലുള്ളത് തന്നെയാണ്. അപ്പൊ അവനെ കൊണ്ടാണ് ഞാൻ പോവാറ് എല്ലാ സ്ഥലത്തേക്കും. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചാലോ. അപ്പൊ വേറെ ഒരാളെ നിൽക്കണം, ഇപ്പൊ അവനെ നോക്കി നിൽക്കേണ്ടി വരും വേറെ പ്രോഗ്രാം വരുമ്പോ. അപ്പൊ ഞാൻ തന്നെ ചോദിച്ചു ഓക്കെ ഞാൻ തന്നെ സ്വയമായിട്ട് പഠിക്കാന്ന് വെച്ചിട്ട് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഇതൊന്നല്ല, ഇപ്പൊ ഗിറ്റാറൊക്കെ ഞാൻ ഇപ്പൊ എടുത്താണ്, കൊച്ചിക്ക് വന്നപ്പോ ടൈമിൽ എടുത്തതാ. അതെന്നൊക്കെ പറയുമ്പോ ഗിറ്റാറൊന്നും ഇല്ല, കൂട്ടുകാരന്മാരെ എന്നൊക്കെ വാങ്ങിയിട്ടാണ് അത്യാവശ്യം വായിക്കലും ആ ടൈമിലേക്ക് ഇരുന്ന് പഠിക്കും. അങ്ങനെ ഒരു അതെ. ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്കൊരു സോങ്ങിലേക്ക് പോയാലോ? പോവാലോ. ഏത് പാട്ടാ പാടുന്നേ?
ഞാനൊരു ഹിന്ദി പാടാം. करांगे नाल नाल बैके अख नाले अखनो मिला के दिया गया है करांगे रोज रोज बैके सच्चिया मोहब्बत ने बाके सदा है मैंने क्यों दिखा है मैंने क्यों है मैं झूठे मोटे रुस के रुसा के दिया गया करांगे नाल नाल बैठे अख नाले अखनो मिला के. നിതീഷിന്റെ സോങ് എനിക്ക് ഇതുവരെ ഈ കൊച്ചിയിലുണ്ടായിട്ട് ലൈവായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇത്ര അടുത്തിരുന്ന് കേൾക്കുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞ ഒരു രോമാഞ്ചിഫിക്കേഷൻ സത്യമായിട്ടും. ഇപ്പോ നിതീഷിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ മൊമെന്റ്സിൽ ഒന്നാണ് സത്യൻ സാറിന്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു മൊമെന്റ്. ആ ഒരു മൊമെന്റ് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പിന്നെ അത് എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ്. എന്റെ ഫസ്റ്റ് വേറെ വീഡിയോ അതായിരുന്നു. കാരണം സാറിന്റെ അടുത്ത് പാടുന്നത് എനിക്ക് അത്രത്തോളം ഹാപ്പിയാണ്, ഇപ്പോഴും ഞാൻ മറക്കില്ല. എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെയായിരുന്നു ആ സംഭവം. കാരണം ഞാൻ ആദ്യം തന്നെ സാറിന്റെ വീട്ടിൽ പോയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വട്ടം. ഞാൻ ആദ്യം ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ക്യാമറമാനായിരുന്നേ. അപ്പൊ ഞാൻ ക്യാമറ ബാക്കിൽ ഇരുന്നത് ഇപ്പൊ സാറ് പറയണതാണെങ്കിലും അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെ ആ ടൈമിൽ സംസാരിക്കാനായിട്ട് അങ്ങനെ ചാൻസ് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളുടെ കഫേയിൽ തന്നെ വന്നു. അപ്പൊ അവിടുത്തെ ആകാശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇന്നൊരു ഗസ്റ്റ് ഉണ്ടടാ, നീ ഗിറ്റാറെ കൊണ്ട് പോകുന്നു, ആരാന്ന് ഞാൻ പറയില്ല, നീ വന്നിട്ട് എന്തെങ്കിലും നോക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കിപ്പോ സാറ് വന്നിക്കണം. അങ്ങനെ പിന്നെ അവിടെ അറിയണ സോണി ചേച്ചി അവരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് പാടണമെന്നുണ്ട് സാറിൻ്റെ അടുത്ത്. പറഞ്ഞു നീ എന്തെങ്കിലും ചോദിച്ചു നോക്കുന്നു പറഞ്ഞു. ഞാൻ പോയി ചോദിച്ചപ്പോ എന്നെ സാറ് പറഞ്ഞു, നീ എന്താ കുഴപ്പം, സിമ്പിൾ ആയിട്ട് നമ്മൾ എന്തായാലും പേടിക്കില്ല. എനിക്ക് ആ ടൈമിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തിരുന്ന് പാടായിരുന്നു. അപ്പൊ സാറ് നന്നായിട്ട് അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക മൊമെന്റ്സ്. അങ്ങനെ കുറെ മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് എന്റെ മ്യൂസിക്കിലൂടെ തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മുടെ അടുത്താണെങ്കിലും സന്തോഷം വന്ന് ഹഗ് ചെയ്യുന്നവരുണ്ട്, കരയണവരുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ മൊമെന്റ്സുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ, മറ്റുള്ളവരുടെ ലൈഫിൽ നമുക്ക് നമ്മൾ കാരണം എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതാണ് എല്ലാരും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. കാരണം നമ്മളാണെങ്കിലും ഒരു 10 or 20 ഒരാൾക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുകൾ തന്നെയാണ് ശരിക്കും നാട്ടില്. പക്ഷെ സഹായിക്കുന്നവരുണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അമ്മാമനെ ഹെൽപ്പ് ചെയ്യണ ഒരു വീഡിയോ ഉള്ളതായിരുന്നു. അതൊരു 1.5 മൊമെന്റ്. പക്ഷെ ഞാന് ആ അമ്മാമനെ നോക്കാൻ വേണ്ടിയല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. വേറൊരു അമ്മാമ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ആളവിടെ കാണാനില്ല. അപ്പൊ എനിക്ക് എന്തോ ഞാൻ ഒരു 5-6 ദിവസം ആ വീഡിയോക്ക് വേണ്ടിട്ട് തന്നെ ഞാൻ നടന്നിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ഇപ്പൊ വീഡിയോ നമ്മൾ കാണുമ്പോ അത് ഈസിയാണ് എല്ലാവർക്കും. പക്ഷെ ഞാൻ ഇതിൽ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ 5-6 ദിവസം ഉറങ്ങാണ്ട് ആ ടൈമിലാണ് സൗണ്ട് ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ നോക്കണം. സൗണ്ട്, ക്രൗഡ്, അതൊക്കെ നോക്കണം. കാരണം എന്റെ വോയിസ് കേൾക്കണം. അപ്പൊ എല്ലാ ദിവസവും ഒരു 11 മണിയാകുമ്പോ ഞാൻ അവിടെ എടപ്പള്ളി പോയി നിൽക്കും ഇങ്ങനെ. അപ്പൊ ആ അമ്മാമ അവിടെ ഉണ്ടോ നോക്കും. പക്ഷെ അമ്മാവനെ 3 ദിവസം കണ്ടില്ല. 2ാം ദിവസം ഒരു അമ്മാവനെ വേറെ ഞാൻ കണ്ട്. പക്ഷെ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ പോയപ്പോ അമ്മാവെ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്റെ വോയിസ് കൊണ്ട് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും പറഞ്ഞു നീ ബസ്ക് ചെയ്തിട്ട് നീ അതിന് പൈസ എടുത്തിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ സത്യമായിട്ടും പറയില്ല, ഞാൻ അതിന് പൈസ പോലും എടുത്തിട്ടില്ല. കാരണം ഞാനത് ഡയറക്റ്റ് എടുത്തു. അതായത് ബോക്സിൽ വെച്ചിട്ട് ഞാൻ കളക്ട് ചെയ്തു. അന്ന് നൈറ്റ് തന്നെ ഡയറക്റ്റ് ഞാൻ കൊണ്ട് കൊടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, കാരണം അതൊക്കെ ഒരു പ്രത്യേക മൊമെന്റ് ആണ്. കാരണം അങ്ങനെ നമുക്ക് ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാം. എവിടെങ്കിലും ദൈവം നമുക്ക് എപ്പോഴെങ്കിലും ഒരു തലവര വരയ്ക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് കുറച്ചു മുന്നേ കണ്ട ഒരു വീഡിയോ ഉണ്ടായി, ലാസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ. ഒരു ആരാധകൻ കാണണമെന്ന് പറഞ്ഞിട്ട് അവനെ ചെന്ന് കണ്ടൊരു സംഭവം. എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു പുതിയ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചലഞ്ച് പോലെ പല ചലഞ്ചുകൾ കൊണ്ടുവരുന്നുണ്ട്. എന്താണെന്ന് പറയാനില്ല, കുറെ ഉണ്ട്. ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു ഓരോ ആൾക്കാരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വാച്ച് ചെയ്തതാ. കാരണം ഞാൻ അവന് 17-18 വയസ്സായിട്ടുള്ളൂ പയ്യന്. ഒറ്റയ്ക്കാണ് ആ കട നടത്തുന്നത്. ഫാമിലി ആയിട്ട് നടത്തണം തന്നെയാണ്, പക്ഷെ അവൻ തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു വട്ടം ഇങ്ങനെ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വന്നപ്പോ അവന് പക്ഷെ എന്നെ അറിയണം നന്നായിട്ട്, എന്റെ സോങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളവനാ.
അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവൻ കാരണം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ആളെ നമ്മൾ കാണുമ്പോൾ അവനൊരു സന്തോഷം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്, സർപ്രൈസ് ആയിട്ട് പോയി. അപ്പൊ പ്രതീക്ഷിച്ചില്ല ഞാൻ അങ്ങനെ വരുന്നു. അപ്പൊ എന്നോട് പറയാറുണ്ട് ചേട്ടാ ഒരു പാട്ട് പാടി എനിക്ക് തരുമോ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ അങ്ങനെ ആക്കി കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ചെയ്തതായിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് പാട്ട് പാടുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് സ്വരം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പോയതാണ്. അപ്പൊ ഇത്രയും ലൗഡായിട്ട് ഇങ്ങനെ പാടുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സംഭവം എങ്ങനെയാ? സത്യം പറഞ്ഞ പ്രാക്ടീസ് ഇല്ല. പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, എല്ലാരും എന്നോട് പറയായിരുന്നു നിതീഷ് ഇത്ര സ്ട്രെയിൻ ചെയ്തിട്ട് പാടില്ല. ഞാൻ ശരിക്കും പാടുമ്പോൾ എന്റെ ഈ 2 ലൈൻ ഇവിടെ അങ്ങനെ വരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാൻ പാടി അങ്ങനെ ശീലായി. പക്ഷെ എല്ലാരും പറയും നീ പുറത്തു പോയിട്ട് ഇങ്ങനെ, പക്ഷെ ഒരു സ്ട്രീറ്റ് ബസ്സിങ്ങിന് പതുക്കെ പാടിയ ഒരാളും കേൾക്കില്ല. നമുക്ക് വെറുതെ ഞാൻ എന്റെ സോങ്ങിനെ തന്നെ സ്വയം എൻജോയ് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് എവിടെയെങ്കിലൊക്കെ പോയി ഇരിക്കാറുണ്ട്, എന്നിട്ട് പാടി നോക്കണം. അപ്പൊ ഞാൻ പതുക്കെ പാടുള്ളൂ. പക്ഷെ ഒരു ആള് കൂടണമെങ്കിൽ ക്രൗഡ് വരണമെങ്കിൽ ഓക്കെ അവിടെ പാട്ട് പാടണമെന്ന് അറിഞ്ഞിട്ടാണ് ആൾക്കാർ വരണേ. അപ്പൊ നമ്മളവിടെ നിന്ന് പാടുമ്പോ ഒരിക്കലും ശ്വാസം കിട്ടാണ്ട് അല്ലെ ചത്തെന്ന് പറഞ്ഞതല്ല, ശരിക്കും നമ്മൾ ആ ഒരു സ്റ്റാൻഡപ്പിൽ നിൽക്കുമ്പോ കാരണം ഇത്രയും ഓഡിയൻസിന് മുന്നിലാണ്, ഒരു മൈക്കില്ല ഒന്നുമില്ല. കാരണം അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാ. ഇപ്പൊ എന്റെ കൂടെ ആണെങ്കിലും പലരും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നവരുണ്ട് നിതീഷ് എന്നെ കൂടി ഒന്ന് ആഡ് ആക്കി എനിക്കൊന്ന് ബസ് ചെയ്യണമെന്നുണ്ട്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ വരുന്നുണ്ട്, ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും വീഡിയോയില്. അപ്പൊ എല്ലാരും അങ്ങനെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഓക്കെ അവരെ കൊണ്ട് പാടിപ്പിക്കുക, പക്ഷെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ത്രോട്ടിന് ഭയങ്കര ഇഷ്യൂസ് വരും. ഞാൻ ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ കുറെ പേര് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് നിതീഷ് ഇങ്ങനെ ഒച്ചയില് പാടല്ലേ എങ്ങാനും വല്ല ഇഷ്യൂസ് വന്നാലോ. പക്ഷെ എന്താ പറയാ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ പാടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇതുവരെയായിട്ട് ഞാൻ ബസ്ക് ചെയ്തിട്ട് വെള്ളി എന്ന് പറയുന്ന സാധനം എന്റെ എവിടെയും വീണിട്ടില്ല. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആർട്ടിസ്റ്റിന്റെ ഇടയിൽ പോയി നിന്നാൽ നമ്മൾ മാറി നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അങ്ങനെയാണല്ലോ, കാരണം എല്ലാവരും പോലെ സെയിം ആയി കഴിഞ്ഞാൽ അവന് വലിയ ഉണ്ടാവില്ല, എനിക്ക് വലിയ ഉണ്ടാവില്ല. അപ്പൊ ഞാനൊന്ന് മാറി നിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ നമ്മുടെ വോയിസ് കൊണ്ട് പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വോയിസ് കൊണ്ട് പിടിച്ചു. അപ്പോഴാണ് ആൾക്കാർ വന്നു തുടങ്ങിയത് ഇത് എങ്ങനെയാണ് പാടണേ. കുറെ പേര് എന്റെ ചോദിച്ചത് നീ മൈക്ക് അതിന് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. മൈക്കില്ല, ഒന്നുമില്ല. പിന്നെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ പാട്ട് പാടാൻ പറ്റാത്ത കാരണം കൊണ്ടല്ല കേട്ടാ, കാരണം ഞാൻ അങ്ങനെ പാടി ശീലായി. എനിക്കിപ്പോ ലോ ആയിട്ട് പാടാണെങ്കിലും ഞാൻ പാടും, ഹൈ ആയിട്ട് പാടാണെങ്കിൽ പാടും. പക്ഷെ സ്ട്രീറ്റിൽ ഒന്ന് പാടുമ്പോ നല്ല ഒച്ചയില് പാടണം, അല്ലാണ്ട് ഒരാള് നമ്മുടെ അടുത്ത് ഇല്ല. അപ്പോ ഈ സൗണ്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? സത്യമായിട്ടും ഞാൻ തണുത്തോളം കുടിക്കും, ഐസ്ക്രീം കഴിക്കും, എല്ലാം കഴിക്കും. അങ്ങനെ നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ ഇങ്ങനെ പാട്ടുള്ള ടൈമിൽ, അതായത് എനിക്ക് ബസ് ചെയ്യാൻ പോകണം താല്പര്യമുള്ള ടൈമില് ഞാൻ അത്യാവശ്യം റെസ്റ്റ് എടുക്കാൻ നോക്കും. പക്ഷെ അന്ന് തലേദിവസമായിരിക്കും എനിക്ക് വല്ല തൊണ്ടവേദന അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാം. എന്നാലും ഞാൻ ഓക്കെ എനിക്ക് കണ്ടന്റ് എടുക്കണം എന്നുള്ളൊരു വാശിയിലായിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക. അത് എടുത്തിട്ട് ഞാൻ വരുള്ളൂ എത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലും. ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്റെ കൂടെ നന്ദായിരിക്കും ഉണ്ടാവുക, നന്ദാണെങ്കിൽ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ബാക്കിയുള്ള ഫ്രണ്ട്സുകൾ വന്നു കഴിഞ്ഞാലും ഹെൽപ്പ് ചെയ്യും, പക്ഷെ കുറച്ച് ടൈം നമുക്ക് അവർക്ക് നിൽക്കാനല്ല പറ്റുള്ളൂ, വെയിറ്റ് ചെയ്യണം നമ്മളെ. അപ്പൊ ഞാൻ പറയും നിങ്ങൾ അങ്ങനെ വീട്ടിൽ പൊക്കോ, ഞാൻ തീർച്ചയായിട്ടും എന്തായാലും വരുള്ളൂ. കാരണം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇതെന്ന് പറയുമ്പോൾ ഒരു നൂലുമുള്ള കളിയാ. നമ്മൾ കറക്റ്റ് നിന്നില്ലെങ്കിൽ എവിടേക്ക് പോയി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആവും. നമുക്ക് എത്രത്തോളം മാക്സിമം അടിപൊളിയാക്കാൻ പറ്റും അത്രത്തോളം ഞാൻ എൻജോയ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ ഈ ഒരു ലൈഫിൽ ഞാൻ അത്രത്തോളം ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു ലൈഫ് വേറൊരാൾക്ക് ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. അങ്ങനെ ഉണ്ടാവരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഉണ്ടാവണേന്നാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാ. ഒളിഞ്ഞിരിക്കുന്ന ആർട്ടിസ്റ്റുമാരുണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്നൊക്കെ പുറത്തിറങ്ങിക്കോ. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ 100% ഉറപ്പാണ് സത്യമായിട്ട്. അതെ. ഇപ്പോ പല സ്ഥലങ്ങളില് പല സ്റ്റേറ്റുകളില് പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് ഇപ്പൊ പറയുന്നത് നിതീഷേ എന്താ നമ്മുടെ പരിപാടി അങ്ങനെ എന്തോ പറഞ്ഞാണോ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കിത് കത്തിച്ചാലോ ഒരു പാട്ടുകൂടെ? എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് പാട്ട് പാടുന്ന ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിലോ പാട്ട് പഠിക്കും. എനിക്ക് ഇഷ്ടമുള്ള സംഭവം പാട്ട് പഠിക്കുന്നത്. ഒരു ഹിന്ദിനെ तेरे दिल चुम लिया तेरे दिल दिया रहा तू जो मेरे नाल तुरे था तुर पे मेरे ऐसा जीना मेरा तेरा कि मैं करा तो कर इतबार मेरा ये करा इंतजार
तो दिल तो यूं जा मेरी जान मेरी. സൂപ്പർ. ഞാൻ ചോദിക്കണ ഇതാണ്, ഇത്രയും മനോഹരമായിട്ട് പാട്ട് പാടുമ്പോ എങ്ങനെയാണ് ഈ നെഗറ്റീവ് ഇതിൽ കണ്ടുപിടിക്കുന്ന ആൾക്കാർ? അതും പറയാനായിട്ടൊരു കാര്യം. അതായത് ഞാനിവിടെ മെട്രോയിൽ പാടിയിട്ടുണ്ടായിരുന്നല്ലോ. മെട്രോയിൽ പാടി കുറച്ച് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു, കുറച്ചല്ല നല്ല രീതിക്ക്. പിന്നെ അല്ലാണ്ട് എയറിലായിരുന്നു. അപ്പോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പബ്ലിക്കില് അങ്ങനെ ഒരു വോയിസിന്റെ ലൗഡ്നെസ് വന്നപ്പോഴാണ് ഇത് ഇഷ്യൂ കുറച്ചുകൂടി ഹാർഡായത്. പക്ഷേ അത് പൊങ്ങണേലും തലോസം വരെ എൻ്റെ ഒറ്റ വീഡിയോയില് ബാഡ് കമന്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ഒറ്റ വീഡിയോയിലും. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നന്ദു നമുക്ക് എന്തൊരു ഭാഗ്യം ഉണ്ട് കേട്ടോ, ബാഡ് കമന്റ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുന്ന ടൈമിൽ നെക്സ്റ്റ് ഞാൻ കാലത്ത് എനിക്കുമ്പോ കൂട്ടുകാരൻ്റെ കോള് വരാം, നീ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ നിനക്കൊരു ട്രോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കാര്യമാക്കില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ അന്ന് വൈകുന്നേരം വേറെ ട്രോള് പൊന്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാകെ എന്തോ സീനായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഓൾറെഡി ടെൻഷൻ വരുള്ളൂ. ടെൻഷൻ നല്ലത് എന്താ സംഭവം എന്ന് അറിയണല്ലോ. കാരണം നമ്മളൊന്നും ഒരാളെയും ചെയ്യാൻ പോയിട്ടില്ലേ, നമ്മൾ ജസ്റ്റ് ഒരു പാട്ട് പാടി, ഓക്കെയാണ്. പക്ഷെ ശരിയാണ്, ഞാൻ അതും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത് തെറ്റാണ്, ഇറിറ്റേഷൻസ് ആണ്. പക്ഷെ ഞങ്ങളവിടെ പാടുമ്പോ എല്ലാരോടും പെർമിഷൻ ചോദിച്ചിട്ടാണ് പാടുള്ളൂ. അല്ലാണ്ട് ഒരു സ്ഥലത്ത് പോയി പാടില്ല. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ, കാരണം ഇപ്പൊ ബസ്സിൽ പാടാണെങ്കിലും മെട്രോയിൽ പാടാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ട്, ആർക്കെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പരിപാടി ചെയ്യുള്ളൂ. ഇപ്പൊ ഒരാളവിടെ നിന്ന് പറയാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഏട്ടാന്ന് ഞങ്ങൾ പാടുന്നില്ല, ക്ലോസ് ചെയ്യുന്ന നമ്മൾ പോവും. അപ്പൊ എന്താ പറയാ, ട്രോളാണ് സംഭവം എത്തിയത്. പക്ഷെ ആർക്കും എന്താ നടന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളൊരു നെഗറ്റീവ് പോസ്റ്റ് കാണുമ്പോൾ അതിന്റെ ഇടയിൽ കുറെ കമന്റ്സുകൾ വരുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ തെറിവിളിയും കാര്യങ്ങളൊക്കെ ആയി. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത്, കാരണം നമ്മുടെ ഒരു നാട്ടില് ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് എനിക്ക് അതിലാണ് വിഷമമായി. കാരണം എന്നെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനാണ് അങ്ങനെ പറയുന്നത്. കാരണം എനിക്ക് അവിടെ അവരത് തിരുത്തി തരാണെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. കാരണം കുറെ പേര് എനിക്ക് തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തത് ശരിയല്ല എന്നല്ല പറഞ്ഞത്, ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓക്കേടാ ഞാൻ ചെയ്യില്ലോ, ഓക്കെ സെറ്റാണ്. പക്ഷെ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറി വിളിക്കന്നെ, എന്താണ് നീ പാടണത്, അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരാളെ ചലഞ്ച് വെക്കല്ല, കാരണം എന്നെ പോലെ പുറത്തു പോയി പാടാനായിട്ട് ഞാൻ ഒരാളും പറയില്ല. കാരണം സംഭവം അതിന് കുറെ നമ്മൾ നടക്കണം. ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തില്, ലൈഫിൽ ഞാൻ കുറെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, ഞാൻ ഇല്ലാത്ത പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുമാരും പറയുന്ന സംഭവം തന്നെയാണ്. കാറ്ററിങ്ങിന് പോയിട്ടുണ്ട്, ഇപ്പൊ എന്താ പറയാ ക്ലീൻ ആക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പരിപാടിക്ക് ഞാൻ കിടന്ന് നടന്നിട്ടുള്ളത് ആ നാട്ടിലുള്ള ടൈമില്. പിന്നെ എന്താ പറയാ ഫ്യൂച്ചർ, കാരണം എല്ലാവരും എന്നോട് പറയുന്നു നിതീഷ നിനക്കൊരു ഇതുണ്ട്, നീ എനിക്കൊന്ന് വിചാരിച്ച് നിനക്ക് എവിടെയെങ്കിലും എത്താം, ഇപ്പോഴും പറയുന്ന ആൾക്കാരുകളുണ്ട്. ഞാൻ ഒരു ബലത്തിൽ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണേ. കാരണം അങ്ങനെ പറയണത് കേട്ടപ്പോഴാണ് ഞാൻ ഒരു തിരിച്ചറിവ് വന്നിട്ട്. പക്ഷെ ഞാൻ ചില ടൈമിലൊക്കെ ഞാൻ വിചാരിക്കായിരുന്നു ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് ഭയങ്കരമായിട്ട് കഴിഞ്ഞു പോയി എന്ന് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഡിസിഷൻസ് കുറച്ച് കയറ്റിയെടുക്കാം. കാരണം ഇനി നമ്മൾ അതിനെ പറ്റിയിട്ട് വിഷമിക്കാൻ നിൽക്കരുത്. അപ്പോ അങ്ങനെയാണ് അന്നത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞങ്ങൾ അതും പറഞ്ഞിട്ട് സോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ന്യൂസ് ചാനലിലാണെങ്കിലും നല്ല പടപടച്ചു എല്ലാവരും കത്തിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാം, കാരണം എല്ലാവർക്കും എന്റെ റിപ്ലൈ അറിയണമായിരുന്നു എന്താന്ന്. ഞാൻ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, എല്ലാവരും അറിഞ്ഞു. അപ്പോഴാണ് പിന്നെ സപ്പോർട്ടിങ്. അതുവരെയായിട്ട് പക്ഷെ ബസ്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, ഒറ്റാളും. നമ്മുടെ മലയാളികൾ അടിപൊളിയാണ്, സപ്പോർട്ടിങ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഫോൺ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അടിപൊളി കുറച്ച് കുറവാണ്. അതാണ്. അപ്പൊ നമ്മൾ തന്നെ ആയാലും അങ്ങനത്തെ തന്നെയാണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ മില്യൺസ് മാത്രമാണ് അക്കൗണ്ടിൽ കാണാനുള്ളൂ. പക്ഷെ ആ വീഡിയോയുടെ അടിയിൽ നോക്കിയാലും ഒരു നെഗറ്റീവ് കമന്റും ഇല്ല. സത്യം പറഞ്ഞ ഈ ട്രോളന്മാര് തന്നെയല്ലേ നമ്മളെ ഫേമസ് ആക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വന്നപ്പോ പറഞ്ഞല്ലോ, ഞാൻ കണ്ടത് ഒരു ട്രോൾ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ ഒറിജിനൽ വീഡിയോ തപ്പി അക്കൗണ്ടിൽ വന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അവരോട് എന്താ പറയാനുള്ളത്, ഈ ട്രോളന്മാരോട്? അവരോട് സത്യമായിട്ട് ഒരുപാട് താങ്ക് യു, സത്യമായിട്ടും. കാരണം ശരിക്കും ഒരു ട്രോള് കിട്ടിയാലാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ആയാലും ആരാണെങ്കിലും ശരിക്കും ഒന്ന് അടിപൊളി ആവുള്ളൂ. ട്രോള് കിട്ടിയപ്പോഴാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. ആ ടൈമിലൊക്കെ എനിക്ക് ഇരിക്കാൻ വരെ ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓടി കാലത്ത് എനിക്കിപ്പോ പകുതി എയറിൽ പോയി, വൈകുന്നേരം പിന്നെ നോക്കേ വേണ്ട, കടന്നാ പോയി എയറിന്ന്. അപ്പൊ പിന്നെ ഞാൻ അവരോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഒരു ഇതിലെത്തിച്ചു തന്നതിന് ഞാൻ ഒരുപാട് അവരോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എനിക്ക് അവരോട് ദേഷ്യമില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ അടിച്ച് താഴ്ത്തരുത്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് അന്ന് അങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റായി പോയി, അതിന് ഞാൻ സോറി പറഞ്ഞ് വെടിയിട്ടു. തെറി പറയാനോ എതിർക്കാനൊന്നും ഞാൻ നിന്നില്ല. എന്റെ ആയിരുന്നു തെറ്റുണ്ടായിരുന്നു പകുതി. ഓക്കെ, നമ്മൾ അതിന് സോറി പറഞ്ഞു. അതെ. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പല സ്റ്റേജുകളിലും പ്രോഗ്രാമിന് വേണ്ടി പോവാറുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് മറക്കാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് ഏതായിരുന്നു ചോദിച്ചാൽ ഏതായിരിക്കും ഉത്തരം? മറക്കാൻ പറ്റാത്ത എനിക്ക് ഞാനിവിടെ ഇപ്പൊ അടുത്ത ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. ഉളുവൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ചേട്ടന്മാര്, ഞാൻ അവിടെ പോയിപ്പോ ശരിക്കും ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. കാരണം ഒരാള് നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. അന്നല്ല, എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഒരു ഗ്രാമം ഫുള്ള് നമുക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കായിരുന്നു. കാരണം എപ്പോഴും വിളിക്കുകയാണെങ്കിൽ ദിശ ഓക്കെ ആയിക്കോളൂട്ടാ, ദിശ നല്ല പ്രോഗ്രാം ആക്കിയോളൂ എന്നൊക്കെ പറഞ്ഞു വരും. നല്ല സ്നേഹമുള്ള ചേട്ടന്മാര്, നല്ലൊരു സപ്പോർട്ടിങ് ആയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും സ്നേഹം എന്താന്ന് മനസ്സിലായത്. കാരണം ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും അടിപൊളിയായിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ശരിക്കും. എനിക്ക് അവിടെ ശരിക്കും ഞാൻ ആകെ ഭയങ്കര വിഷമിക്കായിരുന്നു. അവസാനമായിപ്പോ എനിക്ക് ആകെ വിഷമമായി. കാരണം ഞാൻ അത്രത്തോളം ഒരു ട്രോളിൽ നിൽക്കുന്ന ഇടയിലായിരുന്നു ആ ചേട്ടന്മാരെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അത്രത്തോളം എനിക്ക് സപ്പോർട്ടിങ് എന്ന് പറയുന്ന സംഭവം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എനിക്ക് ഏറ്റവും വലിയൊരു മൊമെന്റ് ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റേജ്. അടിപൊളിയായിരുന്നു. ഓക്കെ, ഇപ്പോ എന്താ പറയാ, നിതീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാട്ട് മെയിൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളാണല്ലോ. പാട്ട് കൂടാതെ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? പാട്ട് കൂടാതെ ഞാൻ വരയ്ക്കൊക്കെ ചെയ്യും അത്യാവശ്യം. പിന്നെന്താ പറയാ, ഡാൻസ് കളിക്കായിരുന്നു ആദ്യം. പിന്നെ കാലിനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ പറ്റി, അത് സ്റ്റോപ്പ് ചെയ്ത്. അങ്ങനെയൊക്കെ. പാട്ടാണ് മെയിൻ കൂടുതലായിട്ട്. എന്നാലും നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ സ്ട്രീറ്റിലൊക്കെ പോയി ഫോട്ടോ എടുത്തിട്ട് വരച്ചു കൊടുക്കുന്ന പരിപാടിയും അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും നമ്മൾ മുന്നേറുന്നില്ല എന്ന് കണ്ടപ്പോ നമ്മൾ ഇതിലേക്ക് ചാടി. നമുക്കൊരു സംഭവം ഉണ്ടല്ലോ, വലിയൊരു സംഭവം ഉണ്ട്. പക്ഷെ അതിലേക്ക് ആ ടൈമിൽ നമുക്കൊരു ബുദ്ധി ഇല്ല. അപ്പൊ പിന്നെ അതൊക്കെ അതിലേക്ക് തന്നെ ഇറങ്ങാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാ. കൽപ്പിച്ച്.